പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമിക കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വിധി നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കോടതിയിൽ എന്തൊക്കെ പറയേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നവീനും മുത്തശ്ശിക്ക് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആദർശ് ഇക്കാര്യത്തെക്കുറിച്ച് മുത്തശ്ശിയോട് പറയുന്നുണ്ട്. മുത്തശ്ശി ഒട്ടും ടെൻഷൻ ആവരുത്, അവളെ നമുക്ക് നേരിട്ടിട്ട് ഈ കേസിൽ നിന്ന് ജയിക്കണം, ജയിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജാനകി അവിടേക്ക് വരുന്നത്. എന്നിട്ട് ആദർശ് ജാനകി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എൻ്റെ ഇളയമയ്ക്ക് ഇത്രയും ആയിട്ടും ഒന്നും പറയാനില്ലേ? സ്വന്തം മരുമകളെ സംരക്ഷിച്ച് കൊണ്ടുവരികയായിരുന്നല്ലോ. ഇത്രയും മരുമകളെ ഇത്രയുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും അനാമികയ്ക്കെതിരായിട്ടൊരു വാക്കുപോലും ഇളയമ്മ പറയുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിനർത്ഥം അവരെ ഇളാമ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണല്ലോ. പക്ഷേ ഈ പാവം മുത്തശ്ശിയെ ഒന്നും ചെയ്യാത്ത അനാമികയെ ഇതുവരെ ഒരു വാക്കുകൊണ്ടും ദ്രോഹിക്കാത്ത ഈ മുത്തശ്ശിയെ പ്രതിൽക്കൂട്ടിൽ നാളെ നിർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ സമയത്ത് പോലും ഇളമയുടെ മനസ്സ് അലിഞ്ഞിട്ടില്ലെങ്കിൽ അത്രയ്ക്കും ഇളമയുടെ മനസ്സ് ക്രൂരമായിട്ടുണ്ട് എന്നാണ് അർത്ഥം. നാളത്തെ ദിവസമെങ്കിലും ഇളമയുടെ മനസ്സ് അലിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. ആ ഒരു സമയത്ത് ജാനകിക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ വരുന്നുണ്ട്. ശരിയാണ്, ഈ അനാമിക എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത്? അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടാണല്ലോ ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അവൾ വല്ലാത്തൊരു ചതി തന്നെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ എല്ലാവരും കൂടെ കേസിന് വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ആദ്യം അനാമികയെയാണ് ചോദ്യം ചെയ്യുന്നത്. അനാമിക പറയുന്ന കാര്യങ്ങൾ കേട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് നമ്മുടെ ജാനകിയും മുത്തശ്ശിയും എല്ലാവരും. കാരണം തന്നെ അവിടെ ഇട്ടിട്ട് എല്ലാ പണിയും ചെയ്യിപ്പിക്കുമായിരുന്നു എന്നും തൻ്റെ അമ്മായിയമ്മ പോലും അതിനെ എതിർത്തിട്ടില്ല എന്നുള്ളതും തൻ്റെ അമ്മായിയമ്മ പോലും എനിക്ക് എതിരായിരുന്നു എന്നുള്ള കാര്യവുമാണ് അനാമിക അവിടെ നിന്ന് പറയുന്നത്. കൂടാതെ മുത്തശ്ശിയെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. മുത്തശ്ശിക്ക് എപ്പോഴും ഓരോ കാരണം പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്താനുണ്ടാകും. വെള്ളം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഒരു മിനിറ്റ് പോലും എന്നെ ഇരിക്കാൻ സമ്മതിക്കില്ല. അത്രയ്ക്കും ക്രൂരമായിട്ടുള്ള പീഡനമായിരുന്നു. എല്ലാ ജോലികളും അനന്തപുരിയിൽ ഞാൻ തന്നെ ചെയ്യണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അനാമിക. ഇതൊക്കെ കേട്ടിട്ട് ആകെ ഞെട്ടിത്തരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം നേരെ വിപരീതമായിട്ടാണല്ലോ അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനാമികയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശിയാണ് ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ കൊച്ചുമകൻ്റെ ഭാര്യ അനാമിക പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല സാറേ, അതൊന്നും സത്യമല്ല, കള്ളത്തരമാണ്. കാരണം ഞാൻ അവളോട് ഒരു പണിയും ചെയ്യാൻ പറയാറില്ല. കാരണം എൻ്റെ വീട്ടിലുള്ള ആദർശിൻ്റെ മരുമകളുണ്ട്, ആദർശിൻ്റെ ഭാര്യയുണ്ട്. അവളാണ് എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യവും ചെയ്തു തരാറുള്ളത്. ഞങ്ങൾ വേറെ ആരോടും പറയാൻ പോവാറില്ല, ആദർശിൻ്റെ ഭാര്യയോട് തന്നെ പറയാനൊന്നും പോവാറില്ല. അവൾ കണ്ടറിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യവും ചെയ്തു തരാറാണുള്ളത്. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാറുള്ളത് നയനയാണ്. വേറെ ആരും ഞങ്ങളുടേത് നോക്കാറോ ഞാൻ അങ്ങോട്ട് ശകാരിക്കാനൊന്നും പോവാറില്ല. എനിക്കുമുണ്ടല്ലോ മരുമക്കൾ 2 അവരെ ചോദ്യം ചെയ്താൽ സാറിന് മനസ്സിലാകും, ഞാൻ അവരെ പോലും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പോവാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ജാനകിയെയും നമ്മുടെ ദേവയാനിയും ഒക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ജാനകിയും പറയുന്നുണ്ട്, ഇല്ല, അമ്മ ഒരു തെറ്റും ചെയ്യാറില്ല, അമ്മ ആരെയും ശകാരിക്കാനോ ഒന്നും പോവാറില്ല, എല്ലാവരുടെയും ഇഷ്ടത്തിന് വിടാറാണ് പതിവ്, ആരെയും കുറ്റം പറയാനോ ഒന്നിനും അമ്മ നിൽക്കാറില്ല, ഇത്രയും പാവം അമ്മയും ആർക്കും ഉണ്ടാവില്ല എന്നൊക്കെയാണ് ദേവയാനിയും ജാനകിയും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ജാനകിയോട് അനാമികയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അനാമികയെക്കുറിച്ചുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ജാനകി അവിടെ പറഞ്ഞത്. അനാമികയെ സംരക്ഷിക്കാനോ ഒന്നും തന്നെ ജാനകി നിന്നിട്ടില്ല. അവളൊരു ജോലിയും ചെയ്യാറില്ല, അവളെ ജോലിയെടുക്കാനോ ഒന്നും അവളുടെ വീട്ടുകാർ പഠിപ്പിച്ചിട്ടില്ല. എല്ലാം അവൾക്ക് വേണ്ടി ആദ്യം നയനയാണ് ചെയ്ത് കൊടുത്തിരുന്നത്. പിന്നെ അവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷം ഞാനാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അല്ലാതെ അവൾ അവിടെ പാചകം ചെയ്യാറോ ഒന്നും ആരും അവളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് പാചകം ചെയ്യിപ്പിക്കാറോ ഒന്നുമില്ല. അതൊക്കെ അവൾ പറയുന്നത് കള്ളത്തരമാണ്. പിന്നെ എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നല്ല ഉദ്ദേശത്തോടെയല്ല എന്നുള്ളതും എനിക്കിപ്പോൾ മനസ്സിലായി. ഇപ്പോഴാണ് ഞാൻ അതൊക്കെ മനസ്സിലാക്കിയത് എന്ന് ജാനകി തുറന്നു പറയുകയാണ്. അങ്ങനെ അനാമിക പറഞ്ഞത് കള്ളമാണ് എന്നുള്ള കാര്യങ്ങൾ കോടതിയിൽ തെളിയുകയാണ്. ആ സമയത്ത് നന്ദുവിനെയും അവിടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. കാരണം അനന്തപുരിയിലെ കേസുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന നന്ദു ആയതുകൊണ്ട് തന്നെ നന്ദുവിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നന്ദു ഓരോ തെളിവുകൾ നിരത്തുന്നുണ്ട്. അനന്തപുരി തറവാട്ടിൽ നടന്ന കാര്യങ്ങൾ, അനന്തപുരി തറവാട്ടിൽ നയന ജോലി ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസും അനാമിക കാലുമേൽ കാല് വെച്ചിട്ട് ഫോണ് കടന്ന തരത്തിലുള്ള വീഡിയോസും ഒക്കെ നമ്മുടെ നന്ദു കോടതിക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ആ സമയത്ത് വീണ്ടും അനാമികയെ വിളിച്ച് ചോദ്യം ചെയ്തിട്ട്, നിങ്ങൾ പറഞ്ഞതൊക്കെ കള്ളത്തരമാണല്ലോ, നിങ്ങൾ ഒരു ജോലിയും ചെയ്യാതെ കാലിന്മേൽ കാലും കയറ്റി ഇരിക്കുന്ന വീഡിയോസാണല്ലോ തെളിവ് സഹിതം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്,
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നതെല്ലാം കള്ളമാണ് എന്നുള്ളത് കോടതിക്ക് ബോധ്യമായതുകൊണ്ട് തന്നെ, കോടതിയെ കബളിപ്പിക്കാൻ നോക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾക്കാണ് തക്കതായിട്ടുള്ള ശിക്ഷ നൽകാൻ പോകുന്നത്. ഇത്രയും നല്ലൊരു ജീവിതം ജീവിക്കുന്ന നല്ല തറവാട്ടുകാരെയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ സമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്താൻ നോക്കിയത്. അതിനും കൂടെയുള്ള ശിക്ഷയാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നുള്ളതും പറഞ്ഞ് കോടതി വിധിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അനിയുടെ ജീവിതത്തിലേക്ക് വന്നത് പണം മോഹിച്ചാണ് എന്നുള്ളതും, അതുപോലെ തന്നെ വേണുവും ഒക്കെ ചേർന്ന് പല കുടുംബത്തെയും ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒക്കെ തെളിവ് സഹിതം അവിടെ നവീന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അനാമികയ്ക്ക് നല്ല തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്.